ലൈംഗിക അതിക്രമ കേസുകൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കവുമായി LDF. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും തീരുമാനം. നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് മുൻപാകെയാണ് ഇത്തരം പരാതികൾ വരിക. സമിതിക്ക് ഒരംഗത്തെ അയോഗ്യനാക്കാനുള്ള അധികാരമില്ലെങ്കിലും നിയമസഭയ്ക്ക് മുൻപാകെ ശുപാർശ സമർപ്പിക്കാൻ സാധിക്കും. ആരോപണ വിധേയന് വിശദീകരണത്തിന് അവസരം നൽകി വേണം ശുപാർശ നൽകേണ്ടത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചും നിലവിലെ പരാതികളിൽ സംശയം പ്രകടിപ്പിച്ചും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയിരിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്നും താൻ അദ്ദേഹത്തിനൊപ്പമാണെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയത്. രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ പലയിടത്തും സംശയമുണ്ടെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു. ഒന്നാമത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. പുതിയ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട്. എന്നാൽ പീഡനത്തിന് ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകി ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള മൊഴികൾ കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നില്ലേ എന്നവർ ചോദിക്കുന്നു. സ്ത്രീകൾക്ക് കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും വിവാഹിതരാണെങ്കിൽ ആ ബന്ധത്തിന്റെ വില കൽപ്പിക്കണമെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ പടച്ചുവിടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കുടുംബം ഒരാൾക്ക് മാത്രമല്ല, ഇപ്പുറത്തുമുണ്ട്. എന്നാൽ രണ്ടുപേർക്കും ഒരേ പരിഗണനയല്ല ലഭിക്കുന്നത്. അതിജീവിതന്മാർക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവർ പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ തെറ്റ് കണ്ടതുകൊണ്ടാകാം പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും എന്നാൽ സത്യം പുറത്തു വരുന്നതുവരെ രാഹുൽ ക്രൂശിക്കപ്പെടരുത് എന്നും അവർ കൂട്ടിച്ചേർത്തു. നേരത്തെ CPI വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി മുൻപും ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക്. രാഹുലിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ സ്പീക്കർ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇതിന് വലിയ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് നിയമസഭാ നടപടിയെടുക്കുന്നത് രാഷ്ട്രീയവും നിയമപരവുമായ നിരവധി ചോദ്യങ്ങൾക്ക് വഴി തുറക്കും. നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി 5 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഹുലിനെതിരെ ധൃതി പിടിച്ച നീക്കങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. സഭയ്ക്ക് പുറത്ത് നടന്ന ഒരു ക്രിമിനൽ കേസിന്റെ പേരിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന കാര്യത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിനും വ്യക്തതയില്ല.